ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും എന്ത് പറയുന്നു? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു കരുതട്ടെ. അപ്പം എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന മുത്തു സ്റ്റാർസ് എന്ന യൂട്യൂബ് ചാനലാണ് കേട്ടോ. ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുകയും കമൻ്റ് ഇടുകയും ഒക്കെ ചെയ്യണം, ഷെയർ ചെയ്യുകയും ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ വളരെ കുഴപ്പമില്ലാത്തൊരു കാലാവസ്ഥ എന്ന് തന്നെ പറയാം. അപ്പം ഞാൻ ഓർത്ത് ഒന്ന് രണ്ട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ടുണ്ട്. അപ്പം രാവിലെ ഡ്യൂട്ടി കഴിഞ്ഞ് ഹസ്ബൻഡ് കൂട്ടിക്കൊണ്ട് വരുന്ന വഴിയാണ് കേട്ടോ. അപ്പോൾ വന്നതിന് ശേഷം ഞാനപ്പോൾ ഓർത്തു ഏതൊക്കെയായാലും ഇന്ന് ഓഫാണ്, അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാനായിട്ടുണ്ട്. ഇനി ഡിസംബർ മാസമൊക്കെ ആയതുകൊണ്ട് തണുപ്പും കാലാവസ്ഥയൊക്കെ ചേഞ്ച് ആകാൻ ചാൻസ് ഉണ്ട്. അപ്പം ഞാൻ ഓർത്തു നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കുറച്ച് പുല്ലൊക്കെ വളർന്ന് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഓർത്ത് ഇന്ന് അതൊന്ന് ക്ലീൻ ചെയ്യണം. ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ നമുക്കങ്ങനെ ചെറിയ കാര്യങ്ങൾ ചെയ്യാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമുക്ക് ഏതൊക്കെയാലും വീടിലേക്ക് പോകാം. ഞാൻ നിങ്ങളെ കാണിച്ചു തരാം വീടിൻ്റെ ഫ്രണ്ടിലുള്ള പുല്ലൊക്കെ വളർന്ന് നിൽക്കുന്നത് കേട്ടോ. ഇപ്പം ഇത് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് ഭാഗം കേട്ടോ. ഫ്രണ്ടിൽ നമ്മൾ ചെറിയ ചെടികളും അതിൻ്റെ സൈഡിൽ കൂടെ ചെറിയ ചെറിയ കൂട്ട പുല്ലേ ഉള്ളൂ, ഒരുപാടൊന്നുമില്ല. എങ്കിലും നമുക്കതൊന്നും എല്ലാം എടുത്ത് കളഞ്ഞില്ലെങ്കിൽ ഭയങ്കര വീടല്ലേ, വൃത്തികേടായി കിടക്കും. എനിക്ക് അങ്ങനെ വളർന്ന ചെടികൾ പുല്ലൊക്കെ വന്ന് നിൽക്കുന്ന ഇഷ്ടമില്ല കേട്ടോ. അപ്പം നമുക്ക് അതെല്ലാം എടുത്ത് ക്ലീൻ ചെയ്തതിന് ശേഷമുള്ള ഭാഗം ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ എല്ലാം വൃത്തിയാക്കി കേട്ടോ. അവിടെ എല്ലാം ഞാനൊന്ന് ഗ്രാസ് എല്ലാം എടുത്ത് പറിച്ച് കളഞ്ഞു. അതിന് ശേഷമുള്ള വ്യൂ ആണിത്. അപ്പം അത് നിങ്ങൾ പുല്ലെല്ലാം കണ്ടായിരുന്നില്ല. ഇപ്പോൾ അവിടെ ഗ്രാസൊന്നും ഇല്ല, ഞാനെല്ലാം ക്ലീൻ ആക്കിയിട്ടുണ്ട്. നമ്മുടെ ഫ്രണ്ട് ഭാഗം വളരെ നീറ്റായി കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് തന്നെ കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയും ഒക്കെ തോന്നും. പിന്നെ ഞാൻ അവിടെ ഒന്ന് അടിച്ച് വാരിയിടുകയും ചെയ്തു. വീടിൻ്റെ ഭിത്തിയിലുള്ള ചുക്രി അതെല്ലാം ഒന്ന് കളയുകയൊക്കെ ചെയ്തു കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനിന്ന് കോൺഫ്ലെക്സ് ആട്ടോ ഉണ്ടാക്കുന്നത്. കോൺഫ്ലെക്സ് നമ്മൾ സാധാരണ മിൽക്ക് ഒഴിച്ചാണല്ലോ കുടിക്കുന്നത്. വെറൈറ്റി രീതിയിൽ നമ്മുടെ അവലൊക്കെ നനയ്ക്കുന്ന പോലെ കോൺഫ്ലെക്സ് കുറച്ചെടുക്കുന്നു. അതിനകത്ത് കുറച്ച് തേങ്ങയും ഷുഗറും ആഡ് ചെയ്ത്, നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഷുഗർ ആഡ് ചെയ്താൽ മതി. ഇപ്പോൾ ഇത് മധുരമില്ലാത്ത കോൺഫ്ലെക്സ് ആയതുകൊണ്ട് ഞാൻ കുറച്ച് ഷുഗർ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നന്നായിട്ട് കുറച്ച് വെള്ളം തളിച്ചിട്ട് നമ്മൾ നന്നായിട്ട് കൈകൊണ്ട് നമ്മൾ സാധാരണ അവലെങ്ങനെ ഉണ്ടാക്കുന്നത് പോലെ തന്നെ ചെയ്യുക. അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന ഒരു ഇതാട്ടോ. പിന്നെ നമ്മളതൊരു ബനാനയോടെ കൂട്ടി കഴിക്കുമ്പോൾ ശരിക്കും നമ്മൾ അവലോസ് പൊടിയൊക്കെ കഴിക്കുകയല്ലേ, ആ ഒരു ഫ്ലേവറായിട്ട് തോന്നുക. കഴിക്കാത്തവരാരെങ്കിലും അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ നല്ല അടിപൊളി ഒരു കോഫിയും കൂടി എടുത്തിട്ട് ഞാൻ കഴിക്കുവാണ്. അപ്പോൾ ബാക്കി പിള്ളേരൊന്നും എണീറ്റിട്ടില്ല. പിന്നെ ഹസ്ബൻഡ് പുള്ളി ഓൾറെഡി ചായയും ബിസ്ക്കറ്റും കഴിച്ചിട്ട് അപ്പോൾ വേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പിന്നെ എനിക്ക് വേണ്ടി മാത്രമായിട്ട് ഉണ്ടാക്കിയെടുത്തതാണ്. അപ്പോൾ ഞാനത് പാത്രത്തിലോട്ട് എടുത്തിട്ട് നമുക്ക് പഴമൊക്കെ കൂട്ടി ഒന്ന് കഴിക്കാം. അപ്പോൾ നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചോ, ഇല്ലെങ്കിൽ എൻജോയ് ചെയ്യുക. ഞാനിത് കഴിക്കട്ടെ കേട്ടോ. ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ പോരാ കേട്ടോ, എൻ്റെ കൂടെ കഴിക്കാൻ കൂടാം. ഇറച്ചി മീനൊന്നും ഉള്ളതല്ല, പക്ഷേ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് എന്ന് തന്നെ പറയാം. പെട്ടെന്ന് തട്ടിക്കൂട്ടി ഉണ്ടാക്കി നമുക്ക് കഴിക്കാൻ പറ്റുന്ന അടിപൊളി ഒരു ബ്രേക്ക്ഫാസ്റ്റ് എന്ന് തന്നെ പറയാം കേട്ടോ. നിങ്ങൾ ട്രൈ ചെയ്യാത്തവരോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചിലപ്പം ഒരുപക്ഷെ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് നമ്മുടെ കയ്യിൽ നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ തന്നെ ആയിക്കോളെങ്കിൽ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഹോസ്റ്റലിലൊക്കെ താമസിക്കുന്നവർ, സിംഗിളായിട്ട് താമസിക്കുന്നത് അങ്ങനെയുള്ളവർക്കൊക്കെ വളരെ ഈസി ആയിട്ടോ. കുക്കൊന്നും ചെയ്യേണ്ട, ഫാമിലിക്ക് വേണ്ടി അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി കുക്ക് ചെയ്യേണ്ട എന്നൊക്കെ ഉള്ളവർക്ക് ആണെങ്കിൽ വളരെ ഈസി ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്കത് വേണ്ടി മാത്രമാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമുക്കൊന്നും വേണ്ട, നല്ല ഈസി ആയിട്ട് കഴിക്കാവുന്ന അടിപൊളി എന്നാൽ ഹെൽത്തിയുമാണ്, നല്ല ഹെൽത്തിയാണ്, എനർജി കിട്ടുന്ന ഒരു ഫുഡ് തന്നെയാണ്. കാരണം ഫ്രൂട്ട്സ് ചെല്ലുന്നുണ്ട്, കാർബോഹൈഡ്രേറ്റ് ഉണ്ട്, കോൺഫ്ലെക്സിനകത്തുള്ളതൊക്കെ നിങ്ങൾക്കറിയാമല്ലോ. പിന്നെ ഫൈബറാണത് നന്നായിട്ട്. അപ്പോൾ എല്ലാം കൊണ്ടും ഒരുപാട് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് തന്നെ ഞാൻ പറയും. അപ്പം നിങ്ങൾ അതുപോലെ പിള്ളേർക്കും ചിലപ്പോൾ ഇഷ്ടപ്പെടും കേട്ടോ. ഇതിങ്ങനെ കഴിക്കാൻ പാലിലൊഴിച്ചാൽ ചിലപ്പോൾ കഴിക്കാൻ മടിയുള്ള പിള്ളേരാണെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ചില കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പം ഞാനിതെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഉണ്ടായിരുന്ന പാത്രങ്ങളൊക്കെ ഡിഷ് വാഷിലൊക്കെ എടുത്തിട്ട് വെച്ചു. അതിന് ശേഷം ഞാൻ കുറച്ച് നേരം നമുക്ക് നമ്മുടേതായ റിലാക്സേഷനും വേണമല്ലോ. അപ്പം ഞാൻ കുറച്ച് ഇത് ആർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തായിരുന്നു. ഇത് ഞാൻ ഡയമണ്ട് പെയിൻറ്റിങ് ആട്ടോ ചെയ്യുന്നത്. കുറേ നാളായി ചെയ്ത് തുടങ്ങിയിട്ട്, പക്ഷെ നമുക്ക് ടൈമിങ് എപ്പോഴും കണ്ടിന്യൂസ് അങ്ങനെ ഇരിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറേശ്ശെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കുന്നതാണ്. നമ്മൾ ഈ ഓരോ ലെറ്റർ എടുത്തിട്ട് നമുക്കിത് ചെയ്യേണ്ട രീതി നിങ്ങൾക്കറിയാമായിരിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇതിൽ പാക്കറ്റ് മേടിക്കാൻ തന്നെ ഇതിനുള്ള മുത്തുകളും ഈ സ്റ്റോൺസും ഇത് ചെയ്യാനുള്ള പെന്നും എല്ലാം നമുക്ക് കിട്ടും. അപ്പോൾ നമ്മളത്
അവിടെ ലെറ്റേഴ്സ് ചെയ്തിട്ടുണ്ട്. നമുക്കിടുന്ന പാക്കറ്റിൽ നമ്പറുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ നോക്കിയിട്ട് ആണിത് വെക്കുന്നത്. വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന, മെൻ്റലി നല്ല റിലാക്സേഷൻ കിട്ടുന്ന ഒരു ആർട്ടാണ് കേട്ടോ. എപ്പോഴും നമ്മൾ വീട്ടിലെ കാര്യം, വീട്ടിലെ പണി, അല്ലെങ്കിൽ നമ്മളെ തന്നെ കെയർ ചെയ്യാതെ അങ്ങനെ ജീവിതം എനിക്കിഷ്ടമില്ല. നമുക്ക് നമ്മുടേതായ ഒരു ആർട്ട്, നമുക്ക് വേണ്ടി സമയം കണ്ടെത്തണം. അതാണ് ഞാൻ പറയുക. ഒരു കുടുംബജീവിതമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഭാര്യ ഒരിക്കലും അങ്ങനെ അടങ്ങിയിരുന്ന അതിനെ ഇതാക്കുകയല്ല ഞാൻ പറയുന്നത്. എന്ന് വെച്ചാൽ വേറെ രീതിയിലല്ല, നമുക്ക് മനസ്സിന് സന്തോഷം തരുന്നതും എൻ്റെ റിലാക്സേഷൻ ആകാൻ പറ്റുന്നതുമായ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. ചെറിയ ആർട്ടൊക്കെ ചെയ്യുന്നത് നമുക്കറിയാമെങ്കിൽ, ഇല്ലെങ്കിൽ ഇതുപോലെ ഈസിയാണ്, സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് കേട്ടോ. പിന്നെ ഞാൻ ഓർത്ത് വന്നാൽ പിന്നെ ഇനി ഇന്നൊരു കപ്പ് കേക്ക് മേളയൊന്നുമില്ല കേട്ടോ, അത് കപ്പ് കേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ക്യാരറ്റും നമ്മുടെ ആപ്പിളും കൊണ്ടുള്ള കപ്പ് കേക്കാണ് കേട്ടോ. അപ്പോൾ വളരെ ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കാവുന്ന നമ്മുടെ കപ്പ് കേക്കിൻ്റെ റെസിപ്പി ഞാൻ പണ്ട് ഇട്ടിട്ടുണ്ട്. കാണാത്തവരുണ്ടെന്ന് കണ്ടു നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ പിള്ളേർക്കും എല്ലാം ഇഷ്ടപ്പെടുന്നതാണ്. അപ്പോൾ ഞാൻ ആദ്യം ഓർത്ത് നമ്മുടെ ഈ ഒരു ഇലക്ട്രിക്കിൻ്റെ അത് ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ഞാൻ ഓർത്ത് ഒരുപാട് സമയം എടുക്കും നമ്മളത് ഉണ്ടാക്കി വരണമെങ്കിൽ. അപ്പോൾ പിന്നെ എല്ലാം കൂടെ നിരത്തി ഒരു ട്രെയിലോട്ട് വെച്ചിട്ട് നമ്മൾ ഓവനിലോട്ട് വെച്ചപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്കത് ചെയ്ത് കിട്ടി. പിന്നെ ഡിന്നറിലോട്ട് ഇന്ന് അപ്പവും മുട്ടക്കറിയായിരുന്നു. അപ്പോൾ അതിനുള്ള എല്ലാം റെഡിയാക്കി, അപ്പം ഉണ്ടാക്കി, മുട്ടക്കറി ഉണ്ടാക്കി, അങ്ങനെ എല്ലാവരുടെ ഫാമിലി എല്ലാവരുടെ കൂടി നിന്ന് കഴിച്ച് സന്തോഷകരമായിട്ട് പിന്നെ വൈകിട്ടൊരു ഫിലിമൊക്കെ കണ്ട് ഞങ്ങളെല്ലാവരുടെ കിടന്ന് അങ്ങനെ ഒരു ദിവസമായിരുന്നു കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഈ ബ്രേക്ക്ഫാസ്റ്റ് തന്നെ, അല്ല ഈ ഡിന്നർ തന്നെ നമുക്ക് രാവിലത്തേനും കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നു. അപ്പം മുട്ടക്കറി. അപ്പം ഇന്നത്തെ പിറ്റേ ദിവസത്തെ കാര്യം ഈസിയായി. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അടുത്ത വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.